സതീശൻ മുഖ്യമന്ത്രിയായിട്ട് വരും. അതിന് ആര് തടയിടാൻ ശ്രമിച്ചാലും അത് കേരളത്തിന് നന്നായിരിക്കില്ല. നന്നാവുക വി ഡി സതീശൻ. കാരണം അദ്ദേഹം അത്രയ്ക്ക് അധ്വാനിച്ചിട്ടാണ് ഈ സ്റ്റേജിലേക്ക് UDF വളർത്തി കൊണ്ടുവന്നത്. വേറെ പലരും ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് വി ഡി സതീശൻ കേരളത്തിൽ UDF വളർത്തി കൊണ്ടുവന്നത്. UDF വളരേണ്ടത് ഈ രാജ്യത്തിൻ്റെ ആവശ്യം കൂടിയാണ്. ആയിരക്കണക്കിന് 10,000-കണക്കിന് ജനങ്ങൾ വോട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ കേരളത്തിലെ ജനങ്ങളുണ്ടെങ്കിൽ മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റൂ, അല്ലേ? വോട്ട് ചെയ്യണമെങ്കിൽ ജനങ്ങൾ വേണം. ആരോഗ്യ മേഖല വളരെ മോശമാണ് നമ്മുടെ ഈ കേരളത്തിൽ. ജീവിതം വളരെ മോശമാണ്. സാമ്പത്തിക സ്ഥിതിയുടെ വളരെ പരിതാപകരമാണ്. ഒരു കാര്യത്തിനും ഫണ്ട് കൊടുക്കില്ല. നെല്ല് കൊടുത്തിട്ടും കാശ് കൊടുക്കില്ല. പെൻഷൻ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് അവരുടെ പെൻഷൻ ആനുകൂല്യങ്ങളൊന്നും കൊടുക്കില്ല. എല്ലാം ഡിലേണ്. ഇന്ന് റേഷൻ ഡെപ്പോ എന്ന് ചാനലിൽ കാണിച്ചു. റേഷൻ ഡെപ്പോ 2 മാസം കൊടുക്കാമെന്ന് ഗവൺമെൻറ് പത്രത്തിൽ പ്രഖ്യാപനമുണ്ട്. വലിയ സ്റ്റോക്കില്ല. പ്രത്യേകിച്ച് ഇത്രയും ചങ്കരപ്പോടുകൂടി ഭരിക്കുന്ന ഒരാളാരുള്ള ശരിക്കും പിണറായി തന്നെ വരണം കേരളത്തില്. പിന്നെ അവര് തന്നെ തുടരണം. ഇതേപോലെ തന്നെ അവർ വന്നു കഴിഞ്ഞാൽ ഇനിയും കുറച്ചും കൂടി ബെറ്ററായൊക്കെ ഇനിയും പോകുള്ളൂ. ഇവിടെ മുഖ്യമന്ത്രിയായിട്ട് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് വി ഡി സതീശൻ തന്നെയാണ്. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിട്ട് വരും. അതിന് ആര് തടയിടാൻ ശ്രമിച്ചാലും അത് കേരളത്തിന് നന്നായിരിക്കില്ല. നന്നാവുക വി ഡി സതീശൻ. കാരണം അദ്ദേഹം അത്രയ്ക്ക് അധ്വാനിച്ചിട്ടാണ് ഈ സ്റ്റേജിലേക്ക് UDF വളർത്തി കൊണ്ടുവന്നത്. വേറെ പലരും ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് വി ഡി സതീശൻ കേരളത്തിൽ UDF വളർത്തി കൊണ്ടുവന്നത്. UDF വളരേണ്ടത് ഈ രാജ്യത്തിൻ്റെ ആവശ്യം കൂടിയാണ്. അതുകൊണ്ട് വി ഡി സതീശൻ തന്നെ ഇവിടെ മുഖ്യമന്ത്രിയാകും. വേറെ പലരും ശ്രമിക്കുന്നുണ്ടെന്നറിയാം, പക്ഷെ അതൊന്നും ശാശ്വതമാവില്ല. ശരിയായിട്ട് വരേണ്ടത് വി ഡി സതീശൻ തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും പാർട്ടിക്കാർക്ക് തന്നെയാണ്. അവർക്കാണ് ഉറക്കമില്ലാത്ത രാത്രികൾ. കാരണം ഇൻ കേസ് എങ്ങാനും കോൺഗ്രസ് ജയിച്ചാൽ ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ള ഒരു അതിൻ്റെ ഉള്ളിൽ തന്നെ അവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അവിടെ തന്നെ ഒരു ഉറക്കമില്ലാത്ത രാത്രികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ശരിക്കും ഇവിടെ നിന്നല്ല, തിരുവനന്തപുരത്തു നിന്നാണ്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ സംസാരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് അറിയാം, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ തിരുവനന്തപുരം ഭരിക്കുകയുണ്ടായി. BJP ഭരണത്തിലേക്ക് വന്നു. അതുപോലെ അതിനുശേഷം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളം ഒട്ടാകെ ഒരു NDAയുടേതായിട്ടുള്ളൊരു കുതിപ്പ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ശരിക്കും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇനി നമുക്ക് വികസിച്ച് മുമ്പോട്ട് പോകണമെങ്കിൽ NDA തന്നെ കേരളത്തിൽ അധികാരത്തിൽ വന്നാലേ ഒരു കാര്യമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. എൻ്റെ അഭിപ്രായത്തിൽ ഈ പറഞ്ഞ പിണറായി സർക്കാരിൻ്റെ ജനദ്രോഹപരമായ ഈ ഭരണം കണ്ടിട്ടും അതിനെ വേണ്ട രീതിയിൽ അതിനെ പരിഹരിക്കാൻ വേണ്ടി കോൺഗ്രസ്സിന് സാധിച്ചിട്ടില്ല. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്തവണ NDA BJP സഖ്യം കേരളത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇത്തവണത്തെ പോളിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഭരണ തുടർച്ച ആഗ്രഹിക്കുന്നവരുണ്ട്, ഭരണ മാറ്റം ആഗ്രഹിക്കുന്നവരും ഒരേപോലെ കട്ടയ്ക്ക് വോട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പോളിംഗ് ശതമാനം കൂടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരേപോലത്തെ ഇപ്പോൾ 2 മുന്നണികളും മാറ്റി നിർത്തി കഴിഞ്ഞാൽ BJPയും ഇത്തവണ അത്യാവശ്യം സീറ്റ് പിടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഒരു ഭരണ മാറ്റം കൂടുതലും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിലുള്ള അവസ്ഥകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ കുത്തക സീറ്റുകൾ വരെ ചിലപ്പോൾ മാറി ഇളകി വരാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. വോട്ട് ചെയ്യണമെങ്കിൽ ജനങ്ങൾ വേണം. ആരോഗ്യ മേഖല വളരെ മോശമാണ് നമ്മുടെ ഈ കേരളത്തിൽ. അനേക സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പല മരണങ്ങൾ, കൈപോയ കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ നിലവിലുണ്ട്. ഇപ്പോൾ പക്ഷേ UDFന് ഒരു തരംഗം ഉണ്ട് എന്നാണ് പൊതുവെ ഒരു വൈപ്പ്. ഏത് ഭരണം വന്നു കഴിഞ്ഞാലും ഈ ജനങ്ങളുണ്ടെങ്കിലാണല്ലോ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? ആരോഗ്യ വകുപ്പ് എപ്പോഴും നമുക്ക് മുൻപിൽ നിൽക്കണം. ആരോഗ്യം, വെള്ളം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ മുൻഗണന കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ പല ആളുകളും പറഞ്ഞു വി ഡി സതീശൻ നല്ല ഒരു മുഖ്യമന്ത്രിയാവാനുള്ളൊരു കാൻഡിഡേറ്റാണ്. ആയിക്കോട്ടെ. അല്ലെങ്കിൽ വീണ്ടും ഒരു മറ്റ് ഇടതുപക്ഷ മുന്നണി വന്ന് പിണറായി സർക്കാരാണ് എങ്കിൽ തന്നെയും എനിക്ക് പറയാനുള്ളത് ആരോഗ്യ മേഖല
വളരെ പ്രധാനമായിട്ട് മുമ്പിൽ നിർത്തണം. കാരണം ജനങ്ങളുണ്ടെങ്കിലല്ലേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ജനങ്ങളെ സംരക്ഷിച്ചാലല്ലേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ആരോഗ്യ മേഖല വളരെ നന്നായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ആരോഗ്യമന്ത്രി ഏത് ഭരണം വന്നു കഴിഞ്ഞാലും, ഇടതുപക്ഷമാവട്ടെ വലതുപക്ഷമാവട്ടെ വന്നു കഴിഞ്ഞാലും, ഇത് ഞാൻ ബഹുമാനപ്പെട്ട മേഡം വീണ ജോർജിനെ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷെ പുള്ളിക്കാരത്തി പോരാ. ഞാൻ പരസ്യമായിട്ട് പറയുന്നതാണ്. പുള്ളിക്കാരത്തിയെ സംബന്ധിച്ച് പറഞ്ഞില്ല, ശൈല ടീച്ചർ പറഞ്ഞല്ലോ, ഇനി അദ്ദേഹം അവർ ഇടതുപക്ഷമായി അതെ അവരെ സംബന്ധിച്ച് അവർക്ക് ഒത്തിരി ക്വാളിറ്റികളുണ്ട്. വീണ മേഡത്തിനെ ഞങ്ങൾ കുറ്റപ്പെടുത്തുകയല്ല, ശൈലജ മേഡത്തിനെക്കാട്ടിലും ക്വാളിറ്റി ഇല്ല. ഞാനിപ്പോൾ കോൺഗ്രസ്സുകാർ വരുമെന്നാണ് എൻ്റെ ഒരു തീരുമാനം. അതങ്ങനെയാണ് അവർ വന്നാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിൽ ഞാൻ നിൽക്കുന്നു. പുതിയൊരു ഗവൺമെൻറ് വരാനാണ് താല്പര്യപ്പെടുന്നത് കൂടുതലും. അത് പോയി ഒരു 10 വർഷം അവർ നോക്കിയാലോ, ഇനി അടുത്ത ഗവൺമെൻറ് നോക്കട്ടെ എന്നാണ് അഭിപ്രായം. മാറ്റത്തിന് വേണ്ടി. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട്. ഒന്നും പാസ്സായിട്ടില്ല. എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് ഒന്നും നടപ്പായിട്ടില്ല. ഇന്നും കുടിവെള്ളം ഇല്ലാണ്ടും ഓരോ സ്ഥലത്തും ഓരോരോ പ്രശ്നങ്ങളുടെ ആൾക്കാരുടെ വിഷയങ്ങളിൽ നിന്ന് ചാനലിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് വിഷയങ്ങൾ. വീട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വീട് പകുതി പണിയിൽ പൂർത്തീകരിച്ചിട്ടില്ല. അത് ഉള്ള വീട് പൊളിച്ച് നാശമാക്കി അത് നഷ്ടപ്പെട്ടു. പിന്നെ വാടകയ്ക്ക് പോകുമ്പോൾ അവർക്ക് പൈസയില്ല. ഇന്ന് ചാനലിൽ കാണിച്ച കാര്യങ്ങളാണ്. ജീവിതം വളരെ മോശമാണ്. സാമ്പത്തിക സ്ഥിതിയുടെ വളരെ പരിതാപകരമാണ്. ഒരു കാര്യത്തിനും ഫണ്ട് കൊടുക്കില്ല. നെല്ല് കൊടുത്തിട്ടും കാശ് കൊടുക്കില്ല. പെൻഷൻ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് അവരുടെ പെൻഷൻ ആനുകൂല്യങ്ങളൊന്നും കൊടുക്കില്ല. എല്ലാം ഡിലേണ്. ഇന്ന് റേഷൻ ഡെപ്പ് എന്ന് ചാനലിൽ കാണിച്ചു. റേഷൻ ഡെപ്പ് 2 മാസം കൊടുക്കാമെന്ന് ഗവൺമെൻറ് പത്രത്തിൽ പ്രഖ്യാപനമുണ്ട്. വലിയ സ്റ്റോക്കില്ല. ഹോൾസെയിലിലെ ഡീലർ വരെ ഗോഡൗൺ വരെ ഞങ്ങൾ കാണിച്ചത് ചാനലിൽ. ഒരു കാലി ഗോഡൗണ് കാണിച്ചേക്കണേ. 2 മാസം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ട്. ഓരോ കാർഡും കൊണ്ട് ഓരോരുത്തർ ചെന്ന് കഴിഞ്ഞപ്പോൾ 1 മാസത്തിൽ 2 മാസത്തില്ല. തീർച്ചയായിട്ടും തുടർ ഭരണത്തിന് വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം നല്ല അടിപൊളി വികസന പ്രവർത്തനങ്ങളിൽ റോഡും പാലങ്ങളും അങ്ങനെയുള്ള ഒത്തിരി പ്രവർത്തനങ്ങൾ നന്നായിട്ട് നടന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത് മാത്രമല്ല, ആളുകൾക്ക് ഒരുപാട് സേവനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ടവർക്ക് ഇഷ്ടമാതിരി എന്താ പറയുക സാമൂഹ്യ ക്ഷേമ പെൻഷനൊക്കെ ഇല്ലേ, അത് പാവപ്പെട്ട ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക മരുന്ന് വാങ്ങാനും അവർക്ക് അത്യാവശ്യം ചിലവിനും ഒക്കെ ആയിട്ട് അതൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു ഭരണം തന്നെ വീണ്ടും വരണം. പ്രത്യേകിച്ച് ഇത്രയും ചങ്കറപ്പോടുകൂടി ഭരിക്കുന്ന ഒരാളാരുള്ള ശരിക്കും പിണറായി തന്നെ വരണം കേരളത്തിൽ. പിന്നെ അവർ തന്നെ തുടരണം. ഇതേപോലെ തന്നെ അവർ വന്നു കഴിഞ്ഞാൽ ഇനിയും കുറച്ചും കൂടി ബെറ്ററാക്കി ഇനിയും പോവുള്ളൂ. ശരിക്കും ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ വികസന പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ ഈ ഭരണം കിട്ടാണ്ടായിരുന്നു. അതിനിപ്പോൾ ഇവിടെ അങ്കമാലിയാണെങ്കിൽ റോജിയും അവിടെ എൽദോസ് കുന്നപ്പള്ളിയൊക്കെ ആയിരുന്നില്ലേ. അപ്പോൾ അതുകൊണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവിടെ ഉള്ളപ്പോൾ നമുക്ക് കുറച്ച് വികസനം കണ്ടില്ലേ, പിന്നെ റോഡ് ബ്ലോക്കായിട്ടൊക്കെ കണ്ടില്ലേ, അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ. അതുപോലെ പെരുമ്പാവൂരും ആ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ കാലടി പാലവും ഒക്കെ റെഡിയായി അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ വിദ്യാഭ്യാസ രംഗത്തൊക്കെ ആണെങ്കിൽ ഭയങ്കര കുതിച്ചിട്ടുള്ളത്. സ്കൂളുകളൊക്കെ നല്ല അടിപൊളിയായില്ലേ. അതുപോലെ തന്നെ എന്താ പറയുകയാണ് യാത്ര, മെട്രോ അങ്ങനെയൊക്കെയുള്ള യാത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉണ്ട് ഇപ്പോൾ ആശുപത്രികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു സൗകര്യമായിരുന്നു. പണ്ട് നമ്മളൊക്കെ ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു ചുവന്ന വെള്ളവും ഒരു 2 പനഡോളും അങ്ങനെയൊക്കെ കിട്ടുള്ളായിരുന്നു. ഇപ്പോൾ അതൊന്നല്ല, എല്ലാത്തരം മരുന്നുകളും കിട്ടാനുണ്ട്. അതുപോലെ തന്നെ 10 വർഷമായിട്ടെന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും വല്ല ഇടിവെട്ടോ കാറ്റോ എന്തെങ്കിലും വന്നാൽ മാത്രമല്ലേ കറണ്ട് പോകുന്നുള്ളൂ. കറണ്ട് നമുക്ക് 10 വർഷം പവർ കട്ടൊന്നും ആയിട്ടില്ല. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല രീതിയിലാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവിടെ കേരളത്തിൽ UDFന് 100 സീറ്റിൽ കൂടുതൽ കിട്ടുന്ന അവർ പറയുന്നുണ്ടെങ്കിലും എൻ്റെ കണക്കൂട്ടലിൽ അവർക്കൊരു 87 സീറ്റ് കിട്ടും. അവർ ഭരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ LDFന് 51 സീറ്റ് കിട്ടും. അവർ തുടർ ഭരണം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും കിട്ടില്ല. അവർക്ക് കിട്ടാൻ പോകുന്നത് 51 സീറ്റാണ്. UDF ഭരിക്കും, 87 സീറ്റ് മേടിക്കും. അതുപോലെ തന്നെ BJPക്ക് 2 സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. വേറെ ഒന്നും കിട്ടില്ല. തുടർ ഭരണം നടക്കാനാണ് സാധ്യത. ഈ 10 കൊല്ലത്തെ ഭരണം വെച്ച് നോക്കുമ്പോൾ ഒരു മാറ്റത്തിന് ചാൻസ് ഇല്ല.
പിന്നെ ഇത്തവണ എന്തായിരുന്നാലും ഒരു 20-നോടടുത്ത് സീറ്റ് BJPക്ക് കേരളത്തിൽ നേടാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഒരു അപ്രതീക്ഷിതമായിട്ടൊരു മുന്നേറ്റം തീർച്ചയായിട്ടും കോൺഗ്രസിൽ നിന്നോ ഇടതുപക്ഷത്തു നിന്നോ ഉണ്ടാവില്ല, NDAയിൽ നിന്ന് തന്നെ ഉണ്ടാവുള്ളൂ. അത് തിരുവനന്തപുരത്ത് തന്നെ ഒരു 10ഓളം സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആകെ കോവളത്തോ UDFന് ഒരു സീറ്റേ ഉള്ളൂ, ബാക്കിയെല്ലാം LDFൻ്റെ കയ്യിലാണ്. ആ സീറ്റുകളൊക്കെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം NDAയുടെ ഒരു മുന്നേറ്റമുണ്ട്. അതിപ്പം 2020 ആയിട്ടുള്ള അവരുടെ ഒരു ടൈപ്പും ഒക്കെ നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ അതെല്ലാം ഗുണകരമായിട്ട് ഭവിക്കുന്ന ഒരു രീതിയിലാണ് കണ്ടുവരുന്നത്. അപ്പം തെക്കൻ കേരളത്തിലുണ്ടായിരുന്ന BJPയുടെ ഒരു മുന്നേറ്റം കേരളം ഒട്ടാകെ പ്രതിഫലിക്കും എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു വിലയിരുത്തൽ. ഓക്കെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 3 തൊട്ട് 5 വരെ സീറ്റ് നേടാൻ അവർക്ക് സാധിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ അതിൽ കൂടുതൽ പല ഇതിൽ പോളുകളൊക്കെ പറയുന്നുണ്ട്, പക്ഷേ എൻ്റെ ഒരു ഇതിൽ അവർ 3 തൊട്ട് 5 വരെ സീറ്റ് വരെ നേടാൻ സാധിക്കും. ചിലപ്പോൾ കൃത്യമായിട്ടൊരു ഭൂരിപക്ഷം രണ്ട് മുന്നണിക്കും ലഭിക്കാൻ സാധ്യത കുറവാണ്.